നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ്. വെൽക്കം ടു ഹോംലി നറേറ്റീവ്സ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും പുതിയ റിലീസായ നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമയെക്കുറിച്ചിട്ടാണ്. അതിനെക്കുറിച്ചൊരു എലാബറേറ്റ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ഇത്തവണ കൊടുക്കുന്നില്ല. കാരണം എൻ്റെ മുമ്പത്തെ വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോയി. പിന്നെ അതിനൊരുപാട് പേര് മൈക്കിൻ്റെയും ഓഡിയോൻ്റെയും ഇഷ്യൂസ് പറഞ്ഞിരുന്നു. അത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഒരു മൈക്ക് പുതിയത് ഞാൻ എടുക്കാനുള്ള പ്ലാനുണ്ട്. അത് റെക്ടിഫൈ ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ. അപ്പോൾ ബാക്ക് ടു ദ സിനിമ. നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്നുള്ളത് നൗഫൽ അബ്ദുള്ള എന്ന ഡയറക്ടറുടെ ഡെബ്യൂ ആണ്. പക്ഷേ നമുക്ക് അയാളുടെ ഒരു ഫസ്റ്റ് പടമാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡെബ്യൂ ആണെന്നോ തീരെ ഫീൽ ചെയ്യിപ്പിക്കാത്ത രീതിയിൽ അത്രയും ഒരു എക്സ്പെർട്ടീസ് നമുക്ക് ആ സ്ക്രീനിൽ കാണാൻ സാധിക്കും. വളരെ എൻ്റർടൈനിങ് ആയ ഒരു കോമഡി ഹൊറർ അല്ലെങ്കിൽ ഒരു ഹൊറർ കോമഡി എന്ന ജോണറിൽ പെടുത്താവുന്ന ഒരു സിനിമയാണ്. ത്രില്ലർ എന്നും നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നതാണ്. മാത്യു തോമസ്, റോഷൻ ഷാനവാസ്, പിന്നെ നമ്മുടെ ശരത് സഭ, അവർ മൂന്ന് പേരും ഫ്രം ദി ബിഗിനിങ് നമ്മളെ കഥയിലേക്ക് ഇന്നാക്കുന്നുണ്ട്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആ സ്റ്റോറിയിലേക്ക് ഇന്നായി. മാത്രമല്ല ഇവരുടെ പെർഫോമൻസസ് വളരെ വളരെ ആപ്റ്റായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒരു സ്ക്രീൻ ടൈം നമ്മൾ ഒരുപാട് സ്ക്രീൻ ടൈമുള്ള ആക്ടേഴ്സിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ മീറ്റർ വിട്ടു പോകുക എന്നുള്ളൊരു നമ്മൾ പലപ്പോഴും പല ഹൊറർ കോമഡീസിലും നമ്മൾ കണ്ടുവരുന്ന കാര്യം. അല്ലെങ്കിൽ എന്താ സ്ലാപ്സ്റ്റിക് ഹ്യൂമേഴ്സും സ്പൂഫ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാറുള്ള കാര്യമാണ്. അതായത് മിക്കവാറും കോമഡി പ്രസൻറ്റ് ചെയ്യുമ്പോൾ മീറ്റർ തെറ്റി പോകുക എന്നുള്ളൊരു വളരെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. അത് നമുക്ക് ഈ സിനിമയിൽ തീരെ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ വേൾഡിലേക്ക് അത്രയും പെട്ടെന്ന് തന്നെ ഇന്നാക്കാനുള്ള കാരണം. അതുപോലെ തന്നെ സിനിമ പോകുന്നത് വളരെ ഫാസ്റ്റായ ഒരു പേസിലാണ്. സിനിമ ഓപ്പൺ ആവുന്നു, അപ്പോൾ തന്നെ നമ്മുടെ കോർ സ്റ്റോറിയുടെ പ്ലോട്ട് എന്താണോ അതിലേക്ക് നമ്മൾ ഇന്നാക്കി. ഒരു ഇൻ്റർവെൽ പോർഷനോട് കൂടിയിട്ട് ഇൻ്റർവെലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ ഏറ്റവും പീക്ക് അല്ലെങ്കിൽ എന്താ പറയുക ത്രിൽഡ് മൊമെൻറ്റിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. ഒരു മാർവൽ അല്ലെങ്കിൽ ഒരു വലിയ എക്സ്ട്രാവേഗൻസി ഒന്നും പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് എന്നല്ല ഞാൻ അവകാശപ്പെടുന്നത്. പക്ഷെ ഒരു ഡീസൻറ്റ് വാച്ച്, ഒരു വളരെ നല്ല വൺ ടൈം വാച്ച് ആയിട്ടൊക്കെ നമുക്ക് പറയാം. വൺ ടൈം വാച്ച് എന്ന് ഞാൻ പറയുന്നില്ല, അത് ഈ സിനിമയ്ക്ക് വളരെ കുറഞ്ഞു പോകും. ഒരു നല്ല സിനിമയാണ്, ഒരു ഡീസൻറ്റ് വാച്ച്. അതാണ് നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ്. ആ സിനിമ പറയുന്ന പോലെ തന്നെ രാത്രി അതാണ് ഇതിൻ്റെ മെയിൻ കോർ പ്ലോട്ട്. അതേപോലെ തന്നെ വിശേഷിപ്പിക്കേണ്ടതായിട്ടുള്ള നല്ല പെർഫോമൻസസ് ആണ് മീനാക്ഷി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത്. നമ്മുടെ വാഴ സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന ആ ആക്ട്രസ്സാണ്. ആളുടെ പെർഫോമൻസസ് എല്ലാം ഭയങ്കര നല്ല പ്രോപ്പർ മീറ്ററിൽ പെർഫോം ചെയ്യുന്ന ആളുകളാണ് ഇതിലെല്ലാം. അതായത് എല്ലാവരെയും അത് ഡയറക്ടറിൻ്റെ സ്കില്ല് തന്നെയായിട്ടാണ് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കാസ്റ്റിംഗ്, ഡയറക്ഷൻ എല്ലാം നമുക്ക് വിസിബിളി തന്നെ നമുക്കറിയാം ഈ സിനിമ പോകുന്ന പേസ്. അതിനെല്ലാം അത്രയും എക്സ്പെർട്ടീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത്രയും വെൽ ക്രാഫ്റ്റഡ് ആണ് ആ സിനിമ. ഫ്രം ദി ഓപ്പണിംഗ് സീൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ നാട് എങ്ങനെയാണെന്നും ആ നാട്ടുകാരെങ്ങനെയാണെന്നും എല്ലാം. ഈ പറയുന്ന പ്രോട്ടഗോണിസ്റ്റ്, അതായത് മാത്യു പ്ലേ ചെയ്യുന്ന റോള്, പ്രോട്ടഗോണിസ്റ്റ് സിനിമയിൽ ഇന്നാവുന്നതോടുകൂടി സ്റ്റോറി ആ ഒരു റൈഡ് അവിടെ സ്റ്റാർട്ട് ചെയ്യുക ചെയ്യുന്നത്. ഇതാണെങ്കിൽ തീരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ള ക്യാരക്ടേഴ്സിൻ്റെയും കാസ്റ്റിൻ്റെയും ഒന്നും ഇൻ്റർവെൻഷൻസ് നമ്മുടെ സിനിമയോ അല്ലെങ്കിൽ നമ്മുടെ വ്യൂയിങ്ങിനെയോ ബാധിക്കുന്നില്ല. ചില സിനിമകളിൽ നമുക്കറിയാം, നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ് വരുന്നു, സ്റ്റോറി ബിൽഡായി പോകുന്നു, അതിൻ്റെ ഇടയിൽ മറ്റ് ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമുക്കൊരു അൺനെസസറി ഫീൽ ഉണ്ട്. അതായത് ഇവരിവിടെ വേണമായിരുന്നോ, അല്ലെങ്കിൽ ഇവരുടെ ഇൻ്റർവെൻഷൻ ഇവിടെ വേണോ, ഇവരുടെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് അൺവാണ്ടഡ് സീൻസ് ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. ഈ സിനിമയിൽ അങ്ങനത്തെ ഒന്നും എടുത്തു പറയാനില്ല. ചെറിയ മൈനർ ഫ്ലോസ് ഇടയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ പ്രോപ്പർ ക്രാഫ്റ്റഡ് സിനിമ എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ ചെറിയ മൈനർ ഫ്ലോസ് ഉണ്ടായിരുന്നെങ്കിലും മേജർ ആയിട്ടുള്ള ഒരു ഇഷ്യൂസും ഇല്ല. അതുപോലെ ഒരു ഡെബ്യൂ ഡയറക്ടർ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഡെബ്യൂ ആണെന്ന് നമുക്ക് തീരെ ഫീൽ ചെയ്യിപ്പിക്കാത്ത രീതിയിൽ തന്നെയാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എഡിറ്ററിനും അതേപോലെ തന്നെ സിനിമാറ്റോഗ്രാഫറിനും വലിയൊരു പങ്കുണ്ട് ഇതിൻ്റെ ഹോൾ പ്രസൻറ്റേഷന്. അതിൻ്റെ വലിയൊരു ഇമ്പാക്റ്റ് തന്നെ അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് തന്നെ മ്യൂസിക്കാണ്. മ്യൂസിക് സൈഡ് വളരെ സട്ടിലായിട്ട് ബിഗിൻ ചെയ്യുന്നൊരു ട്രാക്ക്, പിന്നീട് അങ്ങോട്ടേക്ക് ആ ഒരു ഫോക്ലോർ അല്ലെങ്കിൽ ഒരു മിത്തിക്കൽ ഫോക്ലോർ
അത് പ്രോപ്പറായി ബിൽഡ് ചെയ്ത് അതിൻ്റെ പേസ് കറക്റ്റ് ചെയ്ത് അത് ആ മ്യൂസിക്കാണ് ശരിക്കും അതിനെല്ലാം ഹോൾ ഇമ്പാക്റ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. നമുക്ക് ആ മ്യൂസിക്കിൻ്റെ ആ ഒരു സോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സിനിമയിലേക്ക് ടോട്ടലി ഇന്നായി ഒരു വെൽ എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഹൊറർ കോമഡി. നമുക്ക് ഇനീഷ്യലി നമ്മൾ ഒരുപാട് പേടിപ്പിക്കും. അത് ഒരു ക്യാരക്ടറിനെ കുറിച്ചാണ് എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്. ഇനീഷ്യലി നമ്മൾ ഒരുപാട് പേടിപ്പിച്ച്, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കൊരു ഹോണ്ടിങ് ഫീൽ ഇനീഷ്യലി നമുക്ക് തന്ന്, പിന്നീട് ആ ക്യാരക്ടർ വരുന്നതാണ് നമുക്ക് ആ സിനിമയിലേക്കുള്ള ഏറ്റവും അധികം നമ്മൾ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ എന്താ നമ്മളെ ഹോപ്പ്ഫുൾ ആക്കുന്നത് ആ ഒരു എലമെൻ്റാണ്. അതായത് ഈ പറയുന്ന ക്യാരക്ടർ കയറി വരുമ്പോൾ നമുക്ക് ആ ഒരു മ്യൂസിക് ഉണ്ട്. ആ മ്യൂസിക് ട്രാക്ക് പ്ലേ ആകുമ്പോൾ നമുക്കറിയാം ആ ഒരു ക്യാരക്ടറുടെ ഇൻട്രോയാണ് ഇപ്പോൾ വരാൻ പോകുന്നതെന്ന്. അത് മൾട്ടിപ്പിൾ സീൻസിലുണ്ട് ഇതേ ഇൻട്രോ, ഇതേ മ്യൂസിക്. പക്ഷെ ആ മ്യൂസിക് ഓരോ തവണ വരുമ്പോഴും നമുക്ക് കിട്ടുന്ന ഫീൽ ഓരോന്നായിരുന്നു. ആദ്യം അതൊരു ഹോണ്ടിങ് ഫീൽ ആയിരുന്നെങ്കിൽ പിന്നീട് അത് നമുക്ക് ഒരു എന്താ പറയുക, ഒരു ആൻറ്റിസിപ്പേഷനാണ്. അതിനുശേഷം വരുമ്പോൾ നമുക്കതൊരു ചെറിയൊരു ഫൺ എലമെൻ്റായി. അവസാനത്തോടെ അടുക്കുമ്പോൾ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് ആ ക്യാരക്ടർ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ക്യാരക്ടർ നമ്മുടെ മെറിൻ ഫിലിപ്പ് എന്ന ആക്ട്രസ്സാണ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അത് വളരെ എൻ്റർടൈനിങ് ഫാക്ടറാണ്. അത് ശരിക്കും എന്താ പറയുക, ചോദി എന്ന് പറയുന്നൊരു ക്യാരക്ടറാണത്. അത് വളരെയധികം വാക്കിന് വില കൊടുക്കുന്നൊരു ചേച്ചി. അതാണ് ആ ഒരു ക്യാരക്ടർ റോൾ. അതാണ് അത് വാക്കിന് അത്രയും വില കൊടുത്ത, അല്ലെങ്കിൽ കൊടുത്ത വാക്കിന് 100% നീതി പുലർത്തണം എന്നുള്ള രീതിയിൽ പെർഫോം ചെയ്ത് ജീവിക്കുന്നൊരു ചേച്ചി. അതാണ് ആ ചോദ്യ ചേച്ചി എന്ന് പറയുന്ന ക്യാരക്ടർ. അത് പ്ലേ ചെയ്തിട്ടുള്ള മെറിൻ ഫിലിപ്പ്, ആള് ശരിക്കും വളരെ പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആ ഡയറക്ടറിന് ഞാൻ വലിയൊരു ബോ ഡൗൺ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഇന്റർവെൻഷൻ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ അവിടെ വെച്ചതിൽ. അതായത് ഈ പ്രോട്ടഗോണിസ്റ്റിന്റെ കണ്ടീഷൻ നമ്മളെ പ്രസന്റ് ചെയ്യുമ്പോൾ ഈ ക്യാരക്ടർ അവിടെ വരുന്നുണ്ട്. അവിടെ ഈ ക്യാരക്ടർ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹോണ്ടിങ് ഫീൽ ആണെങ്കിൽ പിന്നീട് ഈ ക്യാരക്ടർ വരാൻ നമ്മൾ കാത്തിരിക്കുക. അല്ലെങ്കിൽ ഓരോ നൈറ്റ് വരുമ്പോഴും ഈ ക്യാരക്ടറിന് വേണ്ടി നമ്മൾ കാത്തിരുന്നുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര എന്റർടൈനിങ് ആക്കി, ഭയങ്കര ഫണ്ണാക്കി. ആ ഒരു ഹൊററിൽ നിന്നുള്ള കോമഡിയിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ഓഫ് ട്രാക്ക് നമുക്ക് പ്രോപ്പർലി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ത്രില്ലർ എന്നും വിശേഷിപ്പിക്കാവുന്നതാണ്. കാരണം നമുക്ക് ഈ പറയുന്നത് ഒരു മിത്ത് ആണെന്നോ ഒരു ഫോക്ലോർ ആണെന്നോ മുഴുവനായി നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് രണ്ടിലും അല്ല. എന്നാൽ ഇത് രണ്ടിൻ്റെയും ഈ പറയുന്ന ഫോക്ലോർസ് ആൻഡ് മിത്ത് അതിൻ്റെ എല്ലാം ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ ട്രാക്ക് മുന്നോട്ട് പോകുന്നത്, ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. എന്നാൽ പിന്നീടാണ് നമുക്ക് അതിലുള്ളത് ഒരു ഫോക്ലോർ അല്ലെങ്കിൽ ഒരു മിത്തിക്കൽ അല്ല, അതിലൊരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നു. ഇതൊരു സ്പോയിലർ അല്ല, കാരണം നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ അത് എവിഡൻ്റ് ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇത് എന്താ പറയുക, നമ്മുടെ ഒരു ഹോംലി വിജിലാൻറ്റി പരിപാടിയാണ് ഈ സിനിമ. അത് എനിക്കും എന്നെ പോലെ തന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോണാണത്. അതായത് ആ ഒരു ഹോംലി അല്ലെങ്കിൽ ഒരു ഹോം ഗ്രൗണ്ട് വിജിലാൻറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഹോം ടൗൺ വിജിലാൻറ്റി പരിപാടിയാണ്. സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ധൈര്യമായി ഫാമിലിയായി പോയിരുന്ന് കാണാവുന്ന ഒരു കോമഡി ഒരു ഹൊറർ കോമഡി എന്ന് പറയുമ്പോൾ ഹൊററിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് കുട്ടികളെ കൊണ്ടുപോകാനോ കാര്യങ്ങൾക്കോ ഒന്നും ഭയപ്പെടേണ്ടതില്ല. കാരണം അത് ഹൊറർ എന്നുള്ളത് വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ളൊരു ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കോമഡിയാണ്, ഹ്യൂമറാണ്, മുഴുവനായും ഹ്യൂമറാണ് ആ സിനിമ ഫ്രം ദി സ്റ്റാർട്ട് ടു ദി എൻഡ്. അതൊരു ഫൺ റൈഡാണ് ശരിക്കും. ഒരു ടോട്ടലി എൻഗേജിങ് ആയ ഒരു കോമഡി ഹൊറർ ത്രില്ലർ. അതാണ് നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ്. ഒരുപാട് ലാഗ് അടിപ്പിക്കാതെ, ഒരുപാട് വലിപ്പിക്കാതെ ഒരു വളരെ നല്ല ഡീസൻറ്റ് വാച്ചാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാവുന്നതാണ്. ഫാമിലിയായിട്ട് തന്നെ പോയി കാണാവുന്നതാണ്. കാരണം അത്രയും വളരെ എൻ്റർടൈനിങ് ആണ് ആ സിനിമ. അത് ഞാനിപ്പോൾ പറയുമ്പോൾ ഉള്ള എൻ്റെ എൻ്റർടൈൻമെൻറ്റ് എനിക്ക് എത്രത്തോളം ഞാൻ എക്സൈറ്റഡ് ആണോ അതാണ് ഞാൻ എത്രത്തോളം എൻ്റർടൈൻഡ് ആയി എന്നുള്ളതിന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാൻ കഴിയുന്നത്. അതിനേക്കാൾ കൂടുതൽ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് ഒരുപാട് എക്സൈറ്റഡ് ആയി നമുക്ക് വളരെയധികം എൻ്റർടൈൻഡ് ആയിട്ട് കണ്ടിരിക്കാവുന്നൊരു സിനിമയാണത്. അത് കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് മറ്റ് സിനിമകളായിട്ട് ഒരുപാട് കമ്പയർ ചെയ്യുന്നൊന്നുമില്ല ഞാൻ. പക്ഷെ നമുക്ക് ഇതുപോലത്തെ സിനിമകൾ ഒരുപാട് തവണ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ട്രാക്കിൽ തന്നെയാണ് ഇത് പോകുന്നത്. ഒരു വളരെ ഫ്രഷ് അപ്രോച്ച് അല്ലെങ്കിൽ ഒരു ടോട്ടലി ന്യൂ അപ്രോച്ച് ഒന്നുമല്ല, സ്ഥിരം അപ്രോച്ച് തന്നെയാണ്. സ്ഥിരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് കോമൺ ആയിട്ടുള്ള പരിചിതമായിട്ടുള്ള ക്യാരക്ടേഴ്സും ആളുകളും നാട്ടുമ്പുറവും ഒക്കെ തന്നെയാണ്. പക്ഷെ ഇറ്റ്സ് പ്രസൻറ്റഡ് ഇൻ എ
വെൽ ക്രാഫ്റ്റഡ് മാൻ. അതാണ് ഇതിലേക്കുള്ള ഏറ്റവും വലിയ ഹൈ. അതാണ് ആ പടത്തിലുള്ളത്. എൻ്റെ റിക്വസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു സജഷൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയുന്നൊരു വീക്കെൻഡിലോ ഒരു വീക്കെൻഡ് ഒക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫാമിലി ആയിട്ട് പോയിരുന്ന് എൻ്റർടൈൻഡ് ആയിട്ട് കണ്ടിറങ്ങി വരാവുന്ന ഒരു നല്ല ഡീസൻറ്റ് വാച്ച്. അതാണ് നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ്. താങ്ക് യു.